സ്നേഹം തിരുബലിയായി തീർന്നൊരു സ്നേഹം തിരുച്ചോരയിലെഴുതിയ സ്നേഹം തിരുബലിയായി തീർന്നൊരു സ്നേഹം കാരുണ്യം ദിവ്യകാരുണ്യം കാരുണ്യം ദിവ്യകാരുണ്യം തിരുച്ചോരയിലെഴുതിയ സ്നേഹം തിരുബലിയായി തീർന്നൊരു സ്നേഹം ആരാധന ദിവ്യകാരുണ്യമേ നിത്യം ആരാധന പരമകാരുണ്യമേ ആരാധന ദിവ്യകാരുണ്യമേ നിത്യം ആരാധന പരമകാരുണ്യമേ ആദിയിൽ വചനത്താൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ കർത്താവ് സ്വർഗപിതാവിനെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കരയെയും കടലിനെയും സൃഷ്ടിച്ച കർത്താവിനെ സ്തുതിക്കാം. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനെ സ്തുതിക്കാം. നക്ഷത്രങ്ങളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ച കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. പകലെന്നും രാവെന്നും നാമകരണം ചെയ്ത കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. എല്ലാം നന്മയ്ക്കായി ഭവിച്ചുകൊണ്ട് ലോകത്തെ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവമായ കർത്താവ് തന്റെ സ്നേഹം നിലനിർത്താനായി ഞങ്ങളുടെ ശ്വാസ നാളത്തിലൂടെ അങ്ങയുടെ സ്വന്തം ജീവൻ പകർന്നു നൽകി ഞങ്ങളെ കർമ്മധീരരാക്കിയ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ലോകത്തിലെ കാഴ്ചകൾ കണ്ണിന് കൗതുകവും ആസ്വാദ്യകരവും ലോകം ദൈവത്തെ പോലെ ആകുമെന്നും മരിക്കുകയില്ലെന്നുമുള്ള തെറ്റിദ്ധാരണയിൽ വഴങ്ങിക്കൊണ്ട് ഞങ്ങൾ അങ്ങയിൽ നിന്നകന്നുപോയി. അങ്ങയെ വേർവിട്ട് ഞങ്ങളുടെ ആ പർദീസ ജീവിതം നഷ്ടപ്പെടുത്തി. എന്നിട്ടും അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു. ദൈവപിതാവേ, എന്നോടെ താതൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ഞങ്ങളെ നയിച്ച അങ്ങയുടെ വഴിയാത്രയിൽ അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും പ്രകാശം നൽകുകയും വഴി തുറന്ന കടലിനെ വഴി തുറന്നുകൊണ്ട് നടപ്പാതയാക്കി മാറ്റിയതും പാറയിൽ നിന്നും വെള്ളവും തന്നതും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചാരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോകാതെ രക്ഷപ്പെടുവാൻ
തന്റെ ഏകജാതരെ തരുവോളും അത്രമാത്രം ഞാൻ ലോകത്തെ സ്നേഹിച്ച് 40 ദശവത്സരം നോക്കിയിരുന്നു കൊണ്ട് ഞാൻ തന്നെ ഈ ഭൂമിയിലേക്ക് വന്ന് എന്റെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുന്നതിന് ഞാൻ തന്നെ മനുഷ്യരൂപം പ്രാപിക്കണമെന്നുള്ള ആ വാഗ്ദാനം നിറവേറുവാൻ അവിടുന്ന് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവിടുന്ന് മനുഷ്യനായി പിറന്നു. ലോകത്തിന്റെ അപ്പമായി ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കുകയും സ്വർഗീയ അപ്പമായി അവിടുന്ന് അത്താരിയിൽ ജീവനോടെ അപ്പത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ അവിടുന്ന് എന്നും നയിക്കുമായി അനന്തമായി ദൈവമായി വഴിയായി സത്യമായി ജീവനായി അവിടുന്ന് നിലകൊള്ളുന്നു എന്ന് വിശ്വസിച്ചു ഞങ്ങളെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കാൽവരിയിൽ അതിദാരുണമായ പീഡകളേറ്റ് കുരിശുമരണം പ്രാപിച്ച ദൈവം, ദാഹിച്ചപ്പോൾ കയ്പുനീർ കുടിച്ച ദൈവം, മരിച്ചു കഴിഞ്ഞ് വന്ദനായവൻ തന്റെ തിരുവിലാവിൽ കുത്തിയപ്പോൾ അവിടുത്തെ രക്തവും വെള്ളവുമായി ചിതറിക്കൊണ്ട് കണ്ണിന് കാഴ്ച കൊടുത്ത സ്നേഹപിതാവായ ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. അത്യുന്നതനായ പുത്രനായ ദൈവം, സ്വർഗീയ പിതാവിന്റെ പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അങ്ങേ മഹത്വം എന്നും നിലനിൽക്കട്ടെ. അങ്ങ് രാജ്യത്ത് വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന സ്വർഗീയത്തിന്റെ താക്കോൽ, ആ താക്കോലുമായി സ്വർഗം തുറന്നു കടന്നു വരുവാൻ ഞങ്ങളുടെ പാതയെ പാപത്തിൽ നിന്നും മറച്ചു മാറ്റി സ്വർഗീയ ജീവിതത്തിലേക്കുള്ള പാതയാക്കി മാറ്റി സകലത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഉടമകളാക്കി മാറ്റുവാൻ ഞങ്ങളെ പര്യാപ്തമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. കർത്താവേ, നിത്യമായി വന്ന പരിശുദ്ധനും എന്നേക്കും ശുദ്ധിർഹനമാകുന്നു. സത്യത്തിന്റെ പിതാവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങ് ഏകജനായ ഞങ്ങളുടെ കർത്താവ് ശോഭിച്ച പരിശുദ്ധനാകുന്നു. സൃഷ്ടിക്കപ്പെടാത്ത ദൈവ സ്വഭാവമുള്ളവനും റുഹാദ കുതിച്ച പരിശുദ്ധനാകുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. അവിടുത്തെ വാസസ്ഥലവും പരിശുദ്ധമാകുന്നു. തന്റെ കൃപയുടെ ദാനം സ്വീകരിക്കുവാൻ അർഹതപ്പെട്ട സകലരുടെയും അവരെ സത്യത്തിൽ പവിത്രീകരിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ എന്നെന്നും സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
ആശ്വാസപ്രദൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ